ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ക്യാൻ അല്ലെങ്കിൽ ഏബിൾ ടു എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ക്രിയേറ്റ് ഉപയോഗിക്കുന്നത്. ക്യാനും ഏബിൾ ടു ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്, സർ എന്താണ് ക്യാനും ഏബിൾ ടു രണ്ടും സെയിം മീനിങ് അല്ലേ എന്ന്. ബട്ട് ചെറിയൊരു ഒരു ചേഞ്ച് ഉണ്ട്. മിസ്റ്റേക്ക് അല്ല, ചേഞ്ച് ഉണ്ട്. എന്താണ്? ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. എന്തിനൊക്കെയാണ് മെയിനായിട്ട്? നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്, അത് കഴിയും, പെർമിഷൻ ഉണ്ട്, അതും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ക്യാൻ ഉപയോഗിക്കും. അങ്ങനെയാണ് ഏബിൾ ടു എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏബിൾ ടു ഉപയോഗിക്കുന്നത് നമുക്കൊരു പവർ ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്കില്ലുണ്ട്, അത് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഏബിൾ ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എഴുതി നോക്കാം. അപ്പോൾ ഐ ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്, എനിക്ക് പറയാൻ പറ്റും. എന്താ അതിൻ്റെ മീനിങ്? ഐ ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയും, അതെനിക്ക് സ്കില്ല് തന്നെയാണ്. അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിലും എനിക്ക് കഴിയും, അത് പോസിബിലിറ്റിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സ്കില്ല്, എനിക്ക് പവർ ഉണ്ട്, എങ്ങനെ പറയും? നമ്മൾ സ്പെസിഫൈ ചെയ്ത് സ്ട്രോങ് ആയിട്ട് എങ്ങനെ പറയും? ഐ ആം ഏബിൾ ടു ടീച്ച് ഇംഗ്ലീഷ്. മനസ്സിലായല്ലോ? നമ്മളിവിടെ ക്യാൻ എന്നത് ഓക്സിലറി വേർബാണ്, അങ്ങനെ ഉപയോഗിച്ചു. അപ്പം ഐ ക്യാൻ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഐ ആം ഏബിൾ ടു, ഇത് ഫ്രേസ് ആണ്, ഏബിൾ ടു ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഐ ആം പറയണം. ഇവിടെ ആം, ഐ ഏബിൾ ടു ടീച്ച് ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റില്ല. ഐ ഏബിൾ ടു ഗോ ദർ എന്ന് പറയാൻ പറ്റില്ല. ഐ ക്യാൻ ഗോ ദർ എന്ന് പറയാം, പക്ഷേ ഐ ഏബിൾ ടു ഗോ ദർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഐ ആം ഏബിൾ ടു ഗോ. അല്ലെങ്കിൽ നിനക്കിവിടെ വരാം, എങ്ങനെ? യു ക്യാൻ കം ഹിയർ. നിനക്കിവിടെ വരാൻ കഴിയും, യു ക്യാൻ കം ഹിയർ. അത് ഇവിടെ വരാൻ കഴിയുമെന്ന് നമ്മൾ ഏബിൾ ടു ഉപയോഗിച്ച് എങ്ങനെ പറയും? അവിടെയാണ് ഇപ്പം യു ആർ ഏബിൾ ടു കം ഹിയർ. മനസ്സിലായല്ലോ? യു ആർ ഏബിൾ ടു കം ഹിയർ എന്നാണ് പറയാം. നമ്മളിവിടെ ഒരു ഓക്സിലറി ഉപയോഗിച്ചു. അതുപോലെ നമുക്ക് ഇതും പറയാം, യു ക്യാൻ കം ഹിയർ എന്ന് പറയാം. ഈ ഏബിൾ ടു ഉപയോഗിക്കാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് യു ക്യാൻ കം ഹിയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഹി ഷീ ഇറ്റ്, ഹി ഷീ ഇറ്റ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണെങ്കിൽ ഓക്കെ. ഹി ഷീറ്റ് ആകുമ്പോൾ നമ്മൾ പറയാ പേരാണെങ്കിൽ ഇപ്പം രാജു അല്ലെങ്കിൽ റാണി അല്ലെങ്കിൽ എലിഫന്റ് അല്ലെങ്കിൽ ഹോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ഉപയോഗിക്കുക? പേരിന് ഒരു ഹി ഷീറ്റിന് പകരം പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഈസ് ആണ് ഏബിൾ ടു ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ഏബിൾ ടു ഡു ദ വർക്ക്, ഏബിൾ ടു ഡു ദ വർക്ക്. ഷീ ഈസ് ഏബിൾ ടു ഡു ദ വർക്ക്, ഇറ്റ് ഈസ് ഏബിൾ ടു ഡു ദ വർക്ക്. അവിടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ചേഞ്ചും ഇല്ല. He can do the work, she can do the work, it can do the work. മനസ്സിലായോ? അങ്ങനെ ഐ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഐ ഉപയോഗിക്കാൻ നമ്മൾ ഈസ് പറ്റില്ല, ആർ പറ്റില്ല. എന്ത് പറ്റും? ഐ ആം ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ യു, ദേ, വി എന്തുപയോഗിക്കണം? ആർ ഉപയോഗിക്കണം. അപ്പം ഇതാണ് നമ്മൾ ഏബിൾ ടു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ക്യാൻ ഉപയോഗിക്കുന്ന സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഡിഫറൻസ് ഇതാണ്. മനസ്സിലായല്ലോ? ഐ ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്, ഐ ആം ഏബിൾ ടു ടീച്ച് ഇംഗ്ലീഷ്. You are able to come, you can come. He is able to do the work, he can do the work. She is able to do the work, he can do the work. It is able to do the work, it can do the work. മനസ്സിലായല്ലോ? സോ നമ്മൾ ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ഈ ക്യാനും ഏബിൾ ടു ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. നിനക്ക് എന്നോടത് പറയാമോ? എങ്ങനെ ചോദിക്കും? നിനക്ക് എന്നോടത് പറയാം, എങ്ങനെ പറയും? പറയാമെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ് പറയാം കേട്ടോ. നിനക്കത് എന്നോട് പറയാം, എങ്ങനെ പറയും? യു ക്യാൻ ടെൽ മീ. പക്ഷെ അത് ഏബിൾ ടു ആണെങ്കിൽ എന്ത് ചെയ്യും? യു ആർ ഏബിൾ ടു ടെൽ മീ, യു ആർ ഏബിൾ ടു സേ മീ. നിനക്കത് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ പറയും? അല്ലെ, അവർക്കത് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ പറയും? ദേ ക്യാൻ ടേക്ക് ഇറ്റ് അവേ. അവർക്കത് കൊണ്ടുപോകാൻ കഴിയും, ദേ ക്യാൻ ടേക്ക് ഇറ്റ് അവേ. ബട്ട് ഏബിൾ ടു ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? They are able to take it away. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ക്യാനും ഏബിൾ ടു ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രക്ചർ. ഞാൻ ആ സ്ട്രക്ചർ ഒന്ന് എഴുതാം. അപ്പൊ ക്യാൻ ആണെങ്കിൽ എന്ത് പറയും? ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഹി ഷീ ഇറ്റ് ആണെങ്കിലും, ഐ യു വി ദേ ആണെങ്കിലും നമ്മൾ എങ്ങനെ പറയും? സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതേസമയത്ത് ഏബിൾ ടു ആണെങ്കിൽ നമുക്ക് അവിടെ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്? ഐ ആണെങ്കിൽ ആം വരും, അത് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഐ ആണെങ്കിൽ എന്ത് വരും? ആം വരും. യു വി ദേ ആണെങ്കിൽ ആർ വരും. ഹി ഷീ ഇറ്റ്
എന്ത് വരും? ഈസ് വരും. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് എങ്ങനെ വരും? ആം, ഈസ്, ആർ പ്ലസ് V1 പ്ലസ് ഒബ്ജെക്റ്റ്. സോറി, V1 പ്ലസ് ആർ പ്ലസ് ഏബിൾ ടു പ്ലസ് V1 പ്ലസ് ഒബ്ജെക്റ്റ്. മനസ്സിലായല്ലോ? ഇപ്പൊ ഐ ആണെങ്കിൽ ഐ ആം ഏബിൾ ടു ഡു ദ വർക്ക്. ഈസ്, ഹി, ഷീറ്റ്, രാജു, റാണി, എന്താ പറയാ, ഡോഗ്, എന്തെങ്കിലും ചെയർ, എന്തൊക്കെയാണെങ്കിൽ ഈസ് അല്ലെ. ഇറ്റ് ഈസ് ഏബിൾ ടു ഡു ദ വർക്ക്. അപ്പം ഐ യു വി ദേ ആണെങ്കിൽ, സോറി, യു വി ദേ ആണെങ്കിലോ യു ആർ ഏബിൾ ടു ഡു ദ വർക്ക്, ദേ ആർ ഏബിൾ ടു ഡു ദ വർക്ക്, വി ആർ ഏബിൾ ടു ഡു ദ വർക്ക്. മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമന്റ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇനിയും ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് കുട്ടികൾക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ടെന്നുള്ള നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് എന്നെ അറിയാവുന്നവരാണെങ്കിൽ എൻ്റെ വാട്സാപ്പിലോ അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാമ്പിൾസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സീ യു.